ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് ചില്ലി സ്ക്വിഡ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫൈൻ ചോപ്ഡ് ഓണിയൻ, ഫൈൻ ചോപ്ഡ് ഗ്രീൻ ചില്ലി, ചോപ്ഡ് ഗാർലിക്, ചോപ്ഡ് ജിഞ്ചർ, ചോപ്ഡ് celery, chili paste, tomato sauce, soy sauce, oyster sauce, salt, sugar, white pepper powder, crushed black pepper, refined oil, 1 whole egg, refined flour or maida, corn flour, diced of onion and dice of capsicum, squid tubes. ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇൻഗ്രീഡിയൻസ്. നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് സ്ക്വിഡ് ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ ഉൾഭാഗം നന്നായിട്ട് സ്ലിറ്റ് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഉൾഭാഗം സ്ലിറ്റ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഒരു 6 പീസ് സ്ക്വിഡ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തു സ്ലിറ്റ് ചെയ്ത് വെച്ചു. അതിലോട്ട് കുറച്ച് ഒരു എഗ്ഗിൻ്റെ പകുതി ബീറ്റ് ചെയ്തോട്ട് ഒഴിക്കുക. അതിലോട്ട് ചോപ്പ് ഗാർലിക്ക്, ചോപ്പ് ജിഞ്ചർ, സെലറി, ഗ്രീൻ ചില്ലി, ടൊമാറ്റോ പേസ്റ്റ്, സോൾട്ട്, ബ്ലാക്ക് പെപ്പർ, വൈറ്റ് പെപ്പർ ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ചില്ലി പേസ്റ്റ് നന്നായിട്ട് ആ എഗ്ഗുമായിട്ടൊന്ന് മിക്സായി നല്ല മിക്സ് ആയതിനു ശേഷം അതിലേക്ക് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഫ്ലവർ ഓർ മൈദ, കോൺഫ്ലവർ, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അവനെ മിക്സ് ചെയ്യണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉള്ളത് മീഡിയമാണ്. തീരെ ലൂസാകാനും പാടില്ല, ഒരുപാട് തിക്കാനും പാടില്ല. ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത ശേഷം സ്ക്വിഡ് ഓരോന്നായിട്ട് ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ഡീപ് ഫ്രൈഡ് ഓക്ക് വെച്ച് അതിനോട്ട് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം ഓരോ സ്ക്വിഡായിട്ട് എടുത്ത് ഈ മാരിനേറ്റ് സ്ക്വിഡ് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തീരെ ലോ ഫ്ലെയിമിലല്ല, കുറച്ച് നല്ല ഫ്ലെയിം വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു 45 മുതൽ ഒരു മിനിറ്റ് വരെ ഫ്രൈ ചെയ്യുമ്പം ഈ സ്ക്വിഡ് കുക്കാവും. ഇപ്പോൾ ഏകദേശം സ്ക്വിഡ് റെഡിയായി കഴിഞ്ഞു. എന്നിട്ട് അത് സ്ട്രെയിൻ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. അത് നല്ല ക്രിസ്പി, കാണുമ്പോൾ തന്നെ നല്ല ക്രിസ്പിയാണ്. ഇനി ഒരു കടായി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഫ്രൈ പാൻ വെക്കുക, കുറച്ച് ഓയിൽ ഒഴിക്കുക, നല്ല ചൂടാക്കുക. അതിലേക്ക് ചോപ്പ് ജിഞ്ചറും ചോപ്പ് ഗാർലിക്കും ഇടുക. ചോപ്പ് ജിഞ്ചർ ഇട്ട് ഗാർലിക്കും ഇട്ട് ഒന്ന് സോട്ടതിന് ശേഷം അതിലോട്ട് ചോപ്പ് സെലറി ഇടുക. സെലറി ഇട്ടു. ഇനി ഇടാൻ പോകുന്ന ഗ്രീൻ ചില്ലിയാണ്. ചോപ്പ് ഗ്രീൻ ചില്ലി ഇട്ട് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറിൽ നിർത്തുക. ഓക്കെ, ഇപ്പം നന്നായിട്ട് സോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് ചോപ്പ് വെച്ച് ഒണിയൻ ഇടാം. ഒരു ഫുൾ ഒണിയൻ ഇട്ടു. പിന്നെ ക്യൂബ്സ് ഓഫ് അണിയനും ക്യൂബ്സ് ഓഫ് മിക്സ് ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞു. ഇനി നന്നായിട്ട് വീണ്ടും അവനെ സോട്ട് ചെയ്യുക. അതിൻ്റെ ആ റോ ടേസ്റ്റ് അങ്ങ് മാറണം ഒനിയൻ്റെ. വീട്ടിൽ ഹൈ ഫ്ലെയിമിൽ ചെയ്യാൻ പറ്റത്തില്ല, നോർമൽ ഫ്ലെയിമിൽ. അപ്പോൾ നോർമൽ ഫ്രൈ പാനിൽ സാധാരണ പോലെ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒനിയൻ്റെ ആ ഒരു പച്ചപ്പ് മാറി ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള മസാലാസ് ഇടുക. ആദ്യം ചില്ലി പേസ്റ്റ് ഇട്ടു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ റെഡിഷ് കളറാവും. അതിലേക്ക് പിന്നെ ഓയിസ്റ്റർ സോസ്, സോയ സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ സോൾട്ട്, ഷുഗർ, ബ്ലാക്ക് ക്രഷ് പെപ്പർ, വൈറ്റ് പെപ്പർ ഇത്രയിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഈ ഷുഗർ നന്നായിട്ടൊന്ന് കരാമലൈസ് ആവണം. ഇപ്പോൾ ഏകദേശം സോസ് റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത സ്ക്വിഡ് ഇടുക. വീണ്ടും നന്നായിട്ട് ടോസ് ചെയ്യുക. ഒരുപാട് നേരം ഇട്ട് ഇളക്കരുത്. ഇത് ആ ഹൈ ഫ്ലെയിമിൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഈ മസാല അതിലോട്ടൊന്ന് പിടിച്ചാൽ മാത്രം മതി. ഇപ്പോൾ സ്ക്വിഡ് റെഡിയായി കഴിഞ്ഞു. ഞാനൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, കാണുമ്പോൾ തന്നെ അറിയാം അതൊരു യമ്മി ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. അതിലോട്ട് ഞാനിപ്പോൾ ലീക്സിൻ്റെ കുറച്ച് ജൂലിയൻ കട്ട് ചെയ്ത് ഗാർണിഷ് ചെയ്തു. പിന്നെ സെലറിയുടെ ലീവ്സ് 3 ഭാഗത്തേക്കും വെച്ചു. നമ്മുടെ ചില്ലി സ്ക്വിഡ് തയ്യാറായി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching. Bye.